ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലെസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള ഏറ്റുമാനൂരിനടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. റെൻറ്റ് പർപ്പസിനായിട്ടാണ് അത് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അതോടൊപ്പം നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മളിതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. 3200 സ്ക്വയർ ഫീറ്റ്, 1500 എബവ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ് ഇതിൽ. ടോയ്ലറ്റ്, അതോടൊപ്പം തന്നെ 3 ഫേസ് ഇലക്ട്രിക് കണക്ഷൻ, കിണർ വെള്ളം എന്നിവയെല്ലാം ഈ ഒരു ഗോഡൗണിനോട് ഒപ്പം തന്നെയുണ്ട്. 3200 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള സ്ക്വയർ ഫീറ്റാണ് പറഞ്ഞത്, ലാൻഡ് ഉൾപ്പെടെ. ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ ഒരു വെയർ ഹൗസാണ്. 1500 എബവ്, അതിന് മുകളിലായിട്ട് ഉള്ള ഒരു ഗോഡൗണാണ്. സ്റ്റീലിൻ്റെ വെൽഡിങ് പർപ്പസ്, അങ്ങനെ സ്റ്റീൽ സ്ട്രക്ചർ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുവാനും അങ്ങനെ പല ഉപയോഗങ്ങൾക്കായിട്ടും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്കിത് വന്ന് കണ്ട് നിങ്ങൾക്ക് ഏത് പർപ്പസിനാണോ നിങ്ങൾക്ക് വേണ്ടിയത് അതിന് അനുയോജ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ കഴിയും. 1 കിലോമീറ്റർ മാത്രമാണ് പട്ടിത്താൻ ജംഗ്ഷനോടുള്ള ദൂരം. അതുപോലെ സ്റ്റേറ്റ് ഹൈവേയിലേക്ക് 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. വളരെ നല്ല ഒതുങ്ങിയ പ്രദേശത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഇതിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ട് പ്ലൈവുഡ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെയർ ഹൗസ് അല്ലെങ്കിൽ ഈ ഒരു ഗോഡൗൺ നിങ്ങൾക്ക് കാണുവാനായിട്ടോ അല്ലെങ്കിൽ ഇതിനകത്തൊരു പർപ്പസിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാം. 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഏറ്റുമാനൂർ ടൗണിലോട്ടുള്ള ദൂരം. കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം ഏകദേശം 15 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. എറണാകുളം, അതുപോലെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ എല്ലാം നമുക്ക് ഈ ഒരു ആക്സസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിന്നുള്ള ആക്സസ് പെട്ടെന്നുള്ള ലഭ്യമാണ്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള മെയിൻ ഹൈവേ ആണ്, സ്റ്റേറ്റ് ഹൈവേ ആണ് നമ്മുടെ മുന്നിലൂടെ പോകുന്നത്, തൊട്ടടുത്തായിട്ട് പോകുന്നത്. എല്ലാ വണ്ടികൾക്കും ഈസിയായിട്ട് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരുവാൻ സാധിക്കും. ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ സോഴ്സ്, വലിയൊരു കിണറാണ്. അപ്പോൾ ഈ ഒരു ഏരിയയെ പറ്റി പറയുകയാണെങ്കിൽ എബനേസർ സ്കൂള്, അതുപോലെ വലിയൊരു കൺവെൻഷൻ സെൻറ്റർ, ഗ്രാൻഡ് എന്ന് പറഞ്ഞ വലിയൊരു കൺവെൻഷൻ സെൻറ്ററൊക്കെ ഇതിന് തൊട്ടടുത്തായിട്ട് വന്നിട്ടുണ്ട്. ഏറ്റുമാനൂർ ടൗണിനെ പറ്റി പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല. വലിയ ഡെവലപ്മെൻറ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ടൗണുകളിലൊന്നാണ് ഏറ്റുമാനൂർ ടൗണ്. അപ്പം MC റോഡുമായിട്ടൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് റെൻ്റ് ആവശ്യമുണ്ടെങ്കിൽ പർപ്പസിനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും ഇതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇതിൻ്റെ റെൻറ്റ് വിവരങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് റെൻറ്റ് വരുന്നത്. 25,000 രൂപ മന്ത്ലി റെൻറ്റും അതുപോലെ തന്നെ 1.5 ലക്ഷം രൂപ ഡെപ്പോസിറ്റുമാണ് ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത്. വളരെ ചെറിയൊരു എമൗണ്ടാണ് ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും വേഗം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേയും നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളുടെ ചാനൽ ഇതിലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. താങ്ക് യു.